അസ്സാം വലൈക്കും വറഹമത്തുള്ള. പ്രിയമുള്ളവരെ, ഇന്ന് ഞാനൊരു ജനാസക്ക് സാക്ഷിയായി. ഒരു ഉമ്മയും മകളും വളരെ സ്നേഹബന്ധത്തിൽ വളരെ അറ്റാച്ച്ഡായി ജീവിച്ചിരുന്ന ഉമ്മയും മോളും ജീവിതത്തിലൊരു ഘട്ടത്തിൽ ഉമ്മ അവിചാരിതമായി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് ഉമ്മയുടെ ഒരു വേർപാട് ഈ മകൾക്ക് താങ്ങാനാവാത്ത ആഘാതമുണ്ടാക്കുന്നു. മകൾ വലിയ കുട്ടിയായിട്ടുണ്ട്, ഉയർന്ന വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട്, വിവാഹിതയായിട്ടുണ്ട്. പക്ഷെ ചെറുപ്പം മുതലേ ഉള്ള അറുത്തു മാറ്റാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ, അധികമായി ലാളിക്കുകയും പരിലാളിക്കുകയും എല്ലാത്തിനും എൻ്റെ കൂടെ എൻ്റെ ഉമ്മ വേണമെന്ന ഒരു ചിന്തയിലേക്ക് ഏതൊക്കെയോ ഘട്ടത്തിൽ ഈ മകൾ കടന്നുപോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. എന്തിനു പറയണം, ഉമ്മയുടെ മരണത്തോടുകൂടി വിഷാദത്തിലേക്ക് പോകുന്ന മകൾ നിരന്തരമായ മാനസിക പ്രയാസവും ആഘാതവും പിടികൂടുകയും മതപരമായ വിജ്ഞാനവും അറിവും അനുഭവവും ഒരു പരിധിയോളം ഉള്ള ഒരു കുട്ടി, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ നല്ല മികവുള്ള, നല്ല പഠിക്കാൻ മിടുക്കിയായ ഒരു പെൺകുട്ടി, അവൾ പഠിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെ നല്ലൊരു തൊഴിലിലും എത്തിച്ചേർന്ന ഒരു പെൺകുട്ടി, അവൾ വിവാഹിതയായി, ഒരു കുഞ്ഞുണ്ടായി. പക്ഷേ ഉമ്മ തന്നിൽ നിന്ന് മാസങ്ങൾക്ക് മുമ്പ് വിട്ടുപോയത് ഉൾക്കൊള്ളാനാവാത്ത വിധം ഹൃദയത്തിലേക്ക് ആഴത്തിൽ പതിഞ്ഞ ആ പെൺകുട്ടി ഇന്ന് സ്വയം ജീവിതം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. കൂട്ടത്തിൽ ആ പെൺകുട്ടിയുടെ കൊച്ചുകുട്ടിയെയും, 1-1.5 വയസ്സ് മാത്രം പ്രായമുള്ള ആ പിഞ്ചു കുഞ്ഞിനെയും അവൾ കൂടെ കൂട്ടി. ഞാൻ പറയുന്നത്, നിരന്തരം ആ പെൺകുട്ടി ഉമ്മ മരണപ്പെട്ടതിന് ശേഷം ഉമ്മയോടുള്ള ഈ അറ്റാച്ച്മെന്റ് നിരന്തരം പറഞ്ഞിരുന്നു എന്നാണ് കൂടെ ജീവിക്കുന്നവരെല്ലാവരും പറയുന്നത്. എനിക്കെൻ്റെ ഉമ്മയുടെ അടുത്തെത്തണമെന്ന ആഗ്രഹം ആ കുട്ടിയെ വല്ലാതെ ബാധിച്ചിരുന്നു എന്നാണ്. പല ഘട്ടത്തിലും ആ കുട്ടി മരണത്തെക്കുറിച്ച് സംസാരിക്കുകയോ ഓർക്കുകയോ ചെയ്തിരുന്നു എന്നതാണ്. ഒരു ആത്മഹത്യാ പ്രവണത കാണിക്കുന്ന ഒരാളോട് വളരെ ഗൗരവമായ സമീപനമാണ് നാം ഓരോരുത്തരും സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ്. അതിനെ ലളിതമായി കാണുകയോ അതൊരു പൊയ്വാക്ക് പറയുകയാണ് എന്ന് വിചാരിക്കുകയോ ചെയ്യരുത്. അവിടെയാണ് ഇത്തരം ഡിപ്രഷനുകളിൽ മനുഷ്യരുടെ മനസ്സ് ഏതു സമയത്തും തെന്നിപ്പോകാൻ സാധ്യതയുള്ള ഒരു ഘടകമാണ്. അത്തരം തെന്നിപ്പോകലുകളിൽ നിന്ന് തിരികെ കൊണ്ടുവരാൻ ആധുനിക ശാസ്ത്രം എത്രയോ വലിയ മെത്തേഡുകൾ ഇന്ന് അവലംബിക്കുകയും അത് വളരെ വിജയകരമായി പരീക്ഷിക്കുകയും ചെയ്തിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആയിരക്കണക്കിന് മനുഷ്യരുടെ മനസ്സുകൾ പഠിച്ച് അതിൽ റിസർച്ച് നടത്തി, അതിൽ ഗവേഷണം നടത്തി, അതിലൂടെ കടന്നുപോയ എത്രയോ അധികം വിദഗ്ധരായ ആളുകൾ രൂപപ്പെടുത്തിയിട്ടുള്ളതാണ് ആധുനിക മനഃശാസ്ത്ര രൂപവും അതിൻ്റെ പഠനശാഖയുമല്ല. അത്തരം മനഃശാസ്ത്ര വിദഗ്ധരെ കാണിക്കുന്നതിൽ, അത്തരം മനഃശാസ്ത്ര വിദഗ്ധരുടെ വലിയ നിർദ്ദേശങ്ങൾ നാം തേടുന്നതിൽ പരാജയപ്പെട്ടു പോകുമ്പോൾ നമ്മൾ നേടിയെടുക്കുന്ന അറിവുകളും ഭൗതികമായതും മതപരമായതും നമ്മൾ മനസ്സിലാക്കുന്ന കാഴ്ചപ്പാടുകളും ഒക്കെ വലിയ അളവിൽ പരാജയപ്പെട്ടു പോകുന്നത് നമുക്ക് ജീവിതത്തിൽ കാണേണ്ടി വരും. ദുഃഖവും സങ്കടവും ആർത്തു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. സഹോദരങ്ങളെ, ഒരു വ്യക്തിയുടെ ജീവിതം അവസാനിക്കുക എന്ന് പറഞ്ഞാൽ പിന്നീട് നമുക്കൊരു തിരിച്ചുപോക്കിനോ ഒരു തിരിച്ചു വാങ്ങലിനോ സാധിക്കാത്ത വിധം നഷ്ടപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. അതിനു മുമ്പേ നാം ഓരോരുത്തരും നമ്മുടെ സഹജീവികളെ ചേർത്ത് പിടിക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. അതിലെല്ലാ തലത്തിലുമുള്ള ഇടപെടലുകൾ ഇത്തരം ഘട്ടങ്ങളിൽ ഓരോരുത്തരും അതിനുവേണ്ട വിദ്യാഭ്യാസം നേടേണ്ടിയിരിക്കുന്നു എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കണം. പ്രത്യേകിച്ചും പുതിയ തലമുറയുടെ
പുതിയ രീതികളുടെ ഈ കാലഘട്ടത്തിൽ നാം വലിയ വിദ്യാഭ്യാസം ആ വിഷയത്തിൽ നേടേണ്ടിയിരിക്കുന്നു. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.